ഈ കെ.വി. തോമസ് കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവായിരുന്നു, എം.പി. ആയിരുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ പല പദവികളും അലങ്കരിച്ചിരുന്ന അദ്ദേഹം ഇന്ന് ഇടതുപാളയത്തിലാണ്. പക്ഷേ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നു. അത് കാരണം എത്രയെല്ലാം സത്യം മറച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരണമല്ലോ. അതിന് സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ്സുകാരെയും അതോടൊപ്പം തന്നെ അന്ന് ഭരിച്ചിരുന്നവരെയും എല്ലാം ഒഴിവാക്കി, അതോടൊപ്പം തന്നെ പരമാവധി കേന്ദ്ര സർക്കാരിനെയും ഒഴിവാക്കാൻ വേണ്ടി ഒരു ഭാഗത്തുള്ള ശ്രമം ഇടത് സർക്കാർ നടപ്പിലാക്കുകയാണല്ലോ. അങ്ങനെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണോ ഇടത് സർക്കാർ നടപ്പിലാക്കുന്നത്? ഈ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സത്യം എന്നായാലും പുറത്തു വരും. സത്യം എപ്പോഴും എന്താ പറയുന്നേ, പുറത്ത് വെളിച്ചത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അത് ഒരിക്കലും മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഇടത് സർക്കാരാണ് ഇത്തരത്തിൽ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കറിയാം. ഈ ജനങ്ങളെ തന്നെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്ത് അന്ന് ദേശാഭിമാനിയിലൊക്കെ വന്നത് കടൽ കൊള്ള, കേരളത്തെ ഒറ്റ നൽകി, കേരളത്തെ വിറ്റു, അദാനിക്ക് വിറ്റു, സംസ്ഥാനത്തിനെ വിറ്റു എന്നൊക്കെ തരത്തിലുള്ള അന്ന് ഈ നമ്മുടെ മുഖ്യമന്ത്രി പോലും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വിരൽ ചൂണ്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേ ഉമ്മൻചാണ്ടി അതേ അദാനിക്ക് കൊടുത്ത അതേ വിഴിഞ്ഞം തുറമുഖത്തിനാണ് കുട പിടിച്ചുകൊണ്ട് ഇന്ന് പിണറായി സർക്കാർ നിൽക്കുന്നത്, ഞങ്ങളുടേതെന്നുള്ള ലേബല്ല. അപ്പം ഇടതും വലതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് എവിടെ നിന്ന് എങ്ങനെയാണ് ഫണ്ട് വരുന്നത്, സംസ്ഥാനത്തിൻ്റേതെന്ന് പറയുവാൻ, അല്ലെ സംസ്ഥാനം ചെയ്തതാണ്, ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവർക്ക് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഒരു രൂപയില്ലാണ്ട് സംസ്ഥാനം ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? കടമല്ലാതെ ഒന്നുമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കടമല്ലാതെ സംസ്ഥാന സർക്കാരിന് ചൂണ്ടിക്കാണിക്കൊന്നുമില്ല. എല്ലാം അവിടെ അങ്ങോട്ട് ഇത് കൊടുക്കും, ഇത്തരത്തിൽ കൊടുക്കും, ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് കൊടുക്കും, അവിടെ നിന്ന് ഫണ്ട് വരുത്തുന്നു, ഇവിടെ ചെയ്യുന്നു, ഇവിടെ അത് കൂടുതൽ കടമാക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കെ.വി. തോമസ് പറഞ്ഞ ഒരു കാര്യമാണ്. കെ.വി. തോമസ് കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് തന്നെയായിരുന്നു. പിന്നീട് മലക്കം മറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചാടി. പക്ഷേ എന്നായാലും ഈ പറഞ്ഞതുപോലെ സത്യത്തെ അസത്യമാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹം ഒപ്പം നിന്നിരുന്നത് അന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പമായിരുന്നു. 2015 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടൊപ്പം ഡൽഹിയിലേക്ക് അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയിലാണ് ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള വിഴിഞ്ഞം പദ്ധതിയെ പറ്റി കെ.വി. തോമസിനോട് പറയുന്നത്. പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, വിഴിഞ്ഞം പദ്ധതി അന്ന് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് ഒരുപാട് അന്ന് അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ടെങ്കിൽ അതൊക്കെ അവഗണിച്ച് എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്നുള്ളൊരു ദീർഘവീക്ഷണം, എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത്. കാരണം അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് അറിയാം, ഈ ഒരു വിഴിഞ്ഞം പദ്ധതി വന്നാൽ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറും. മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഒരു അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുമ്പോൾ അത് രാജ്യം മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളും കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു വൻകിട സംരംഭമാകുമെന്നൊക്കെ അന്ന് ഉമ്മൻചാണ്ടിക്ക് അതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെ ഇത് മുതലെടുക്കണം, എത്തരത്തിൽ ഇത് പ്രാവർത്തികമാക്കണമെന്ന് ഉമ്മൻചാണ്ടി പല രീതിയിൽ വന്നു. പക്ഷെ അപ്പോഴൊക്കെ നമുക്കറിയാം, ഈ സർക്കാരുകളിലേക്ക് അല്ലെങ്കിൽ പല രീതിയിൽ ടെൻഡറുകൾ കൊടുത്തു കഴിഞ്ഞാൽ പദ്ധതി പകുതി മുക്കാലും വെട്ടിപ്പും തട്ടിപ്പുമായിരിക്കും. പക്ഷെ ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ അന്നത്തെ ഒരു സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക ഇതനുസരിച്ച് അദാനിക്ക് പറ്റും എന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. പക്ഷേ വേറെ ഒരുപാട് പേരെയൊക്കെ ടെൻഡർ വിളിച്ചിട്ട് ആരും ഈ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷെ അദാനിയുടെ ഒരു ടെൻഡർ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദാനി ഗ്രൂപ്പിൻ്റെ പേര് മാത്രമുണ്ടായിരുന്നു. എങ്ങനെ ഈ അദാനിയെ സമീപിക്കും, എത്തരത്തിൽ ഇത് അദാനിയോട് ഇത് പറഞ്ഞ് ഇത്തരത്തിൽ ഈ ഒരു കരാറിൽ ഒപ്പിടുമെന്നൊക്കെയുള്ള ഒരു വലിയൊരു സംശയവും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്ന സമയത്താണ് ഈ കെ.വി. തോമസുമായിട്ട് ഉമ്മൻചാണ്ടി ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സ്വാഭാവികമായിട്ട് കെ.വി. തോമസിനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ കെ.വി. തോമസിന് അദാനിയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, അദാനിയെ അറിയാമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ മുമ്പിടാം. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം വന്ന് നിൽക്കുന്ന അന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കൊക്കെ ഈ പറഞ്ഞതുപോലെ അദാനിയോടൊരു വിരോധമുണ്ട്. കാരണം മോദിയുമായിട്ട് അറിയാമല്ലോ, ഇപ്പോഴും അത് തന്നെ ഇപ്പോൾ ഉണ്ട്. മോദി അദാനി ഒരു കണക്ഷൻ അവർക്ക് ഇപ്പോഴും അരോചകമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്തത് സോണിയാഗാന്ധി എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരും, ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കിക്കോണം. ഇതെല്ലാം കൃത്യമായിട്ട് ആർക്കറിയാം,
കെ.വി. തോമസ് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യം അദാനിയെ മുഖ്യമന്ത്രിക്ക് കാണണം എന്നുള്ള രീതിയിൽ അദാനിയെ അറിയിക്കുകയും അദാനി അത് കാണുകയും ചെയ്തു. ഒരു 15 മിനിറ്റത്തെ സംസാരം, അതിനുശേഷം അദാനി അത് ഓക്കെ പറയാൻ ഇങ്ങനെയാണ് കെ.വി. തോമസിനോട് പറഞ്ഞത്, പ്രൊഫസർ ഐ വിൽ കം ടു കേരള എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദാനി അദ്ദേഹവുമായിട്ട് ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയിൽ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. കാരണം അദാനി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. കെ.വി. തോമസ് അദാനിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ട്രേഡ് യൂണിയനെ പറ്റി എനിക്കറിയാം, രണ്ടാമത്തെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ നിലപാടുകൾ എനിക്കറിയാം, ഒപ്പം വിമർശിക്കുന്ന മാധ്യമങ്ങളെ എനിക്കറിയാം. അദാനി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഈ പദ്ധതി ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ 15 മിനിറ്റ് ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ബലവും സപ്പോർട്ടുമാണ് അദാനി ഞാൻ കേരളത്തിലേക്ക് വരാം, ഇതിന് വേണ്ടുന്ന ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് നൽകിയതും. പിന്നീട് ഈ ഉമ്മൻചാണ്ടി തന്നെ എന്ത് ചെയ്തത്, അന്ന് സോണിയാഗാന്ധിയായിട്ട് സംസാരിച്ച് അവരുടെ അനുവാദം ചെയ്തു. കാരണം ഈ ഒരു വിഴിഞ്ഞം പദ്ധതി സംസ്ഥാനത്ത് എന്തൊക്കെ നേട്ടങ്ങൾ, രാജ്യത്ത് എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് അവരെയും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ഈ ഒരു പദ്ധതിയുമായിട്ട് ഉമ്മൻചാണ്ടി മുൻപോട്ട് പോയത് എന്നാണ് കെ.വി. തോമസ് പറഞ്ഞത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ പോയതിനു ശേഷം സ്വാഭാവികമായിട്ട് LDF സർക്കാർ വരികയും അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. കാരണം അദാനി ഗ്രൂപ്പിന് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടെൻഡർ നൽകി ആ പണികൾ തുടങ്ങുന്ന തറക്കല്ലിട്ടു. അപ്പോൾ പണികൾ മുൻപോട്ട് പോകണമല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി, പല ട്രേഡ് യൂണിയനുകളും പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റൂ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുമതി ഇല്ലാതെ അതൊന്നും നടക്കത്തില്ല. അത്ര മാത്രമേ പിണറായി സർക്കാർ ചെയ്തുള്ളൂ. പക്ഷേ ഇതിന് വേണ്ടുന്ന പിൻബലങ്ങൾ, ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീക്കങ്ങളും തറക്കല്ലിടിയിൽ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നോണം കല്ലിട്ടാൽ മാത്രം പോരാ, ഈ കല്ലിടുന്നതാണല്ലോ പ്രശ്നം. ഒരു വസ്തു വാങ്ങി അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന പണം സ്വരൂപിച്ച്, അല്ല ചുമ്മാ ഒരു തറക്കല്ലിടാൻ പറ്റും. വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള സാമ്പത്തികമില്ലാതെ കൊണ്ടുവന്ന് തറക്കല്ലിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്വരൂപിച്ചിട്ടായിരിക്കും ഒരു വീട് നമ്മൾ പണിയുന്നത്. ആ തറക്കല്ലിടലിനെ വെറും നിഷ്ഠൂരമായിട്ട്, അല്ലെങ്കിൽ വെറും പുച്ഛഭാവത്തോടെ പിണറായി സർക്കാർ കാണേണ്ട കാര്യമില്ല. അത്രയും ആക്കിയെടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഒരു ബലം കൊണ്ട് തന്നെയാണ്. അത് കെ.വി. തോമസ് ഇപ്പം തുറന്നു പറയുക തന്നെ ചെയ്യാണ്. അതിപ്പോൾ എല്ലാ വാർത്തകളിലും അതൊരു ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന് എതിരായിട്ട് അന്ന് ജനങ്ങളെ പോലും വേർതിരിച്ച് ഈ ഒരു വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരരുത് എന്നുള്ള തരത്തിലൊക്കെ പ്രചരണങ്ങൾ ഉണ്ടാവുകയും അതിനെയൊക്കെ പ്രതികൂലിച്ച് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ഇന്ന് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനി ഒരു കാലത്ത് ഈ പദ്ധതി നടപ്പിലാവില്ല. കാരണം നമുക്കറിയാം അന്ന് തമിഴ്നാട് സർക്കാർ അവർക്ക് തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരത്തിൽ ഈ ഒരു നീക്കം നടത്തിയത്. അതുകൊണ്ട് ഇന്ന് ആർക്ക് അഭിമാനിക്കാം? ഈ ഭരിക്കുന്ന സർക്കാരിന് അഭിമാനിക്കാം. അന്ന് ഇവർ തന്നെ കൊടപിടിച്ചിരുന്നു. ഇവർ തന്നെ എന്തോരം നിലവിളി കൂട്ടിയിരുന്നു, അയ്യോ തീരദേശ വാസികൾക്കെതിരെ അവരുടെ ഇത് വിൽക്കുന്നു, കേരളത്തെ നശിപ്പിക്കുന്നു, കട്ടുമുടിക്കുന്നു, പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നു, അത് എന്തെല്ലാം പറഞ്ഞിരുന്നു. അതേ സർക്കാർ ഇന്ന് വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ്റെ ഫോട്ടോ വേണ്ട, ഒന്ന് പരാമർശിക്കുകയെങ്കിലും ചെയ്യേണ്ടത്, അത് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കറിയാം വി ഡി സതീശനെ ഈ പിണറായി വിജയൻ്റെ കുടുംബസമേതം പോയിരുന്ന അവലോകന സമ്മേളനത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ടുള്ള അവലോകന സമ്മേളനത്തിൽ പിണറായി വിജയൻ്റെ കുടുംബം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്ഥാനത്ത് അവിടുത്തെ MLA, MP അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട്. കുടുംബത്തിന് നല്ല സ്ഥാനമുള്ളത്. അതുമല്ല ഒരു കുറ്റവാളിയായി ഇരിക്കെ ഒരു ഈ പറഞ്ഞോണം ഒരു വിധി കാത്തിരിക്കുന്ന മകൾ വരെയുണ്ട് ഒരു കേസുമായിട്ട്, മാസപ്പടി കേസുമായിട്ട്. അപ്പൊ അവരെ വരെ ഇരുത്തിയാണ് ഇത്തരത്തിലുള്ള വലിയൊരു തുറമുഖ പദ്ധതിയുടെ അവലോകന സമ്മേളനം നടത്തുന്നത്. എന്ത് ഇതായിട്ടുള്ള മണ്ടത്തരങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്നതെന്നുള്ള അറിയില്ല. അതേ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ടുന്ന ഒരു സ്ഥാനമുണ്ട്, അദ്ദേഹത്തിന് സ്ഥാനമില്ല. അതേപോലെ തന്നെ MLAക്ക് സ്ഥാനമില്ല. ഇവരെയൊക്കെ വിളിച്ച് വേണം കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നു, നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു, എന്തെല്ലാം ഭീഷണിയുമായിട്ടാണ് നമ്മളുടെ രാജ്യം നിൽക്കുന്നത്. പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാന പൗരനാണ്, അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തണം, ഇത് ഇനി തുടർന്ന് ഈ പദ്ധതി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തു വെച്ചാൽ പോരല്ലോ, അതിനുവേണ്ടുന്ന കാര്യങ്ങളും തീർപ്പും ഒക്കെ അറിയണ്ടേ. അത് മാത്രമല്ല, അത് ഒരു സർക്കാർ മാത്രമല്ലല്ലോ അറിയണ്ടേ, LDF മാത്രമല്ലല്ലോ അറിയേണ്ടുന്നത്, പ്രതിപക്ഷം അറിയണം, എല്ലാ സർക്കാരും അറിയാം. എല്ലാവർക്കും ഒറ്റ പരിഗണന തന്നെ നൽകണം. അല്ലാതെ ഞങ്ങൾ ഇന്ന കസേരകൾ ഇന്ന കൊച്ചുമോൻ ഉൾപ്പെടെ ഇടത്തോളൂ, ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ആരെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത? അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്, അദ്ദേഹത്തിനെ അവഗണിക്കുന്നത് തീർച്ചയായും അത് ചോദിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമാണ്
ഇന്നലെ അത് ചോദിച്ചു. ഇന്നലെ മാധ്യമങ്ങളിലൂടെ അത് വന്നതിന് ശേഷമാണ് ഒരു കത്ത് വി ഡി സതീശന് എത്തിയത്. വി ഡി സതീശന് ക്ഷണിക്കപ്പെട്ടതും. പക്ഷെ നിലവിൽ വരെ വി ഡി സതീശൻ പോകുന്നില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കാരണം അദ്ദേഹത്തിന് ഇത്തരത്തിൽ നമുക്കാണെങ്കിൽ നമ്മൾ വിളിക്കാത്ത വിരുന്നിന് നമ്മൾ ചെല്ലത്തില്ല. പക്ഷേ അത് വലിയ അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, തെറ്റ് തന്നെയാണ് കാണിക്കുന്നത്. വി ഡി സതീശനെ മാത്രമല്ല, ആ ഒരു കോവളം വിഴിഞ്ഞ് എം എൽ എ വിൻസെൻ്റ് ആണെന്ന് തോന്നുന്നു, അവരെയൊന്നും ആരെയൊന്നും ക്ഷണിച്ചില്ല. പക്ഷെ അതേസമയം മുഖ്യമന്ത്രിയുടെ കൊച്ചുമോൻ, മോള്, എന്താ പറയുന്നത്, ഭാര്യ, എല്ലാവരെയും അവലോകന സമ്മേളനം വിഴിഞ്ഞും കാണാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. നാളെ അവർ കാണുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും വിഴിഞ്ഞം പദ്ധതി ഒരു സർക്കാരിൻ്റെ മാത്രമായിട്ട് തട്ടിപ്പിടിച്ച് എടുത്തുകൊണ്ട് പോകാൻ നിൽക്കേണ്ട. അതിന് പുറകെ ഒരുപാട് കുത്തുവാക്കുകൾ സഹിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു, അത് ഉമ്മൻചാണ്ടി തന്നെയാണ്.